പി ആർ സുനിൽ, ഇപ്പോൾ ഖർഗെയുടെ വസതിയിലേക്ക് ജയറാം രമേശിനെ വിളിപ്പിക്കുന്നു. നാളെയാണ് പ്രഖ്യാപനം എന്നുള്ള കാര്യം പറയുന്നു. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നീളുന്നത് എന്നതിൽ ഇപ്പോഴും അവ്യക്തതയാണ്. നാളെ എപ്പോൾ അറിയാമെന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകിയിട്ടില്ല. എന്തു മനസ്സിലാക്കണം സുനിൽ? സ്മൃതി, ഇത് ആദ്യമായിട്ടാണ് എപ്പോൾ പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഹൈക്കമാൻഡ് നൽകുന്നത്. ഇപ്പോൾ നാളെ പ്രഖ്യാപിക്കും എന്ന് ഔദ്യോഗികമായി ഹൈക്കമാൻഡ് പ്രതികരിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡ് ഈ നാളെ പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും നാളെ തന്നെ ആ ഒരു പേര് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആരിലേക്കാണ് ഈ ഒരു സൂചന വരുന്നത് എന്നത് സംബന്ധിച്ച് ഒരു സൂചനകളും നൽകുന്നില്ല. അതേസമയം പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഹൈക്കമാൻഡ് നൽകുകയാണ്. ഏതായാലും അസാധാരണമായ ചർച്ചകൾ തന്നെയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ച പോലെയല്ല. കേരളത്തിലെ അസാധാരണ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക ചർച്ചകൾ നടന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് നിൽക്കുന്നവർക്ക് പുറമെ മുൻ PCC അധ്യക്ഷന്മാരെ വിളിച്ചു വരുത്തി, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിച്ചു വരുത്തി, മുതിർന്ന നേതാക്കളുമായി രാഹുൽ ഗാന്ധി തന്നെ ഫോണിൽ സംസാരിച്ചു. അതിനൊക്കെ ശേഷം ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ചർച്ചകൾ പൂർത്തിയാക്കി. ഏതായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള എല്ലാ ചർച്ചകളും പൂർത്തിയായിരിക്കുന്നുവെന്ന് ഇപ്പോൾ ജയറാം രമേശ് വന്ന് ഔദ്യോഗികമായി ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിക്കുകയാണ്. നാളെ ഇനി ഒരു ക്യാമ്പിൽ നിന്നും ചർച്ചകൾക്കായി നേതാക്കൾ എത്തുന്നതും വാഹനങ്ങൾ നീങ്ങുന്നതുമായ കാഴ്ച വേണ്ടിവരില്ല. നാളെ നേരെ പ്രഖ്യാപനമായിരിക്കും. പക്ഷെ അത് ഡൽഹിയിലാണോ കേരളത്തിലാണോ അതിൽ വ്യക്തത വന്നില്ലല്ലോ സുനിൽ. സ്മൃതി, നേരത്തെ ഇക്കാര്യത്തിൽ തീരുമാനിച്ചത് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തും, കേരളത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും എന്നൊക്കെയാണ് ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലേക്ക് വരാനൊക്കെ തന്നെ ദീപാദാസ് മുൻഷി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ദീപാദാസ് മുൻഷിയുടെ ഓഫീസ് അറിയിച്ചത് കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കി എന്നതാണ്. ഇനിയിപ്പോൾ നാളെ ദീപാദാസ് മുൻഷി കേരളത്തിൽ വന്നായിരിക്കുമോ ഈ പ്രഖ്യാപനം നടത്തുക, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ദില്ലിയിൽ വെച്ച് പ്രഖ്യാപനം നടത്തുമോ എന്ന കാര്യം അറിയില്ല. ഏതായാലും സാധാരണ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ആദ്യം CLP യോഗം വിളിച്ചു ചേർത്ത ശേഷം MLA-മാരുടെ അഭിപ്രായം കേൾക്കും. അതിനുശേഷം നിരീക്ഷകർ തിരിച്ചുപോയി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് CLP വിളിച്ചു ചേർത്ത ശേഷം അവിടെയാണ് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള പ്രഖ്യാപനം സാധാരണ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു നീക്കമായിരിക്കുമോ ഇനി കേരളത്തിന്റെ ഈ സസ്പെൻസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനും ഹൈക്കമാൻഡ് നടത്തുക എന്ന കാര്യം വ്യക്തമല്ല. ഏത് ഈ മൂന്നിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ആ മുഖ്യമന്ത്രിയാകുന്ന നേതാവിനെ എന്തായാലും ഹൈക്കമാൻഡ് ആ കാര്യം അറിയിക്കുമല്ലോ. അത് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം മാധ്യമങ്ങളോട് പറയുന്ന രൂപത്തിലായിരിക്കില്ല ആ നേതാവ് അറിയുക എന്നുള്ളതാണ്. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയാകുന്ന ആൾക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ ആ മെസ്സേജ് ഉടനെ തന്നെ പാസ് ചെയ്യാനല്ലേ സാധ്യത? സ്മൃതി, അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ്. കാരണം ഇത്രയും സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ, ഇത്രയും ഒരു ടെൻഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് മാത്രമേ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന നൽകാനുള്ള സാധ്യതയുള്ളൂ. ഏതായാലും 3 നേതാക്കളും മത്സരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേരിലേക്ക് എത്തി ഹൈക്കമാൻഡ് ഒരു പേര് പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് അങ്ങനെ ഒരു സൂചന നൽകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് ആ തീരുമാനമെടുത്തു കഴിഞ്ഞു. ആ തീരുമാനം എന്ന് പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും മനസ്സിലാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രഖ്യാപനത്തിന് മുൻപ് ഒരുപക്ഷെ ഇന്ന് അത് ആരാകും എന്നത് സംബന്ധിച്ചുള്ള സൂചന അതത് നേതാക്കൾക്ക് നൽകാനുള്ള സാധ്യത കുറവാണ്. ശരി, ഞാൻ ഒന്നുകൂടി നോബിളിലേക്ക് പോകുന്നു. നോബിൾ, ഇപ്പോൾ ഖർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച എത്ര നേരം നീണ്ടു? അതിനുശേഷം എപ്പോഴാണ് ജയറാം രമേശ് അവിടേക്ക് പ്രവേശിച്ചത്? സ്മൃതി, 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയത്. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിലേക്ക് എത്തിയായിരുന്നു കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തിയത്. വിശദമായി തന്നെ ചർച്ചകൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആരാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനം നാളെ ഉണ്ടാകുകയുള്ളൂ എന്നാണ്. എന്താണെങ്കിലും ആ പേര് വലിയ ആകാംക്ഷയാണ്. പ്രത്യേകിച്ച് അത് KC വേണുഗോപാലാണോ, VD സതീശനാണോ, അതല്ല രമേശ് ചെന്നിത്തലയാണോ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നത് പ്രഖ്യാപനം അത് വലിയ ആകാംക്ഷയാണ്. ഇപ്പോൾ ജയറാം രമേശ് തന്നെ വ്യക്തമാക്കിയത് നാളെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ്. ജയറാം രമേശ് നേരത്തെ നമ്മൾ ഈ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. പക്ഷേ KC വേണുഗോപാൽ തന്നെ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. നേരത്തെ
ഈ നിരീക്ഷകരെ പ്രഖ്യാപിച്ചപ്പോഴും KC വേണുഗോപാൽ അതിൽ ഇടപെട്ടിരുന്നില്ല. സ്വാഭാവികമായി അതിന്റെ ഭാഗമായാണ് ജയറാം രമേശ് ഇപ്പോൾ എത്തിക്കൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം, പ്രത്യേകിച്ച് ഇങ്ങനെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം പങ്കുവച്ചിരിക്കുന്നത്. പ്രഖ്യാപനം നാളെ ആയിരിക്കും എന്ന് ജയറാം രമേശ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ജയറാം രമേശ് ഇപ്പോൾ അക്കാര്യം പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ എവിടെ വെച്ച്, ദില്ലിയിൽ വെച്ച് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ വെച്ചാണ് പ്രഖ്യാപനം ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കാൻ എന്താണെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. നാളെ ആ ഉത്തരം കിട്ടും. കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് നാളെ ഉത്തരം കിട്ടുമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഘടകകക്ഷികളും കാത്തിരിക്കുകയാണ് ആ പ്രഖ്യാപനത്തിനായി. ഹൈക്കമാൻഡ് തീരുമാനം വ്യക്തമാക്കി കഴിയുമ്പോൾ മുസ്ലിം ലീഗ് ആ നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ്. തങ്ങൾ അക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള കാര്യം പറയും എന്നാണ് ഇന്ന് രാവിലെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. മറ്റു ഘടകകക്ഷികളും അക്ഷമരാണ് തീരുമാനം വൈകുന്നതിൽ. അത്തരം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിരിമുറുക്കത്തിന്റെ നിമിഷങ്ങൾ അത് തുടരുക തന്നെയാണ്. ദീപാദാസ് മുൻഷി യാത്ര റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ ആ പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുനിൽ, പ്രഖ്യാപനം നാളെ ഡൽഹിയിൽ നിന്നായിരിക്കും എന്നുള്ള സൂചനകളല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ദീപാദാസ് മുൻഷി ഇനി കേരളത്തിലേക്കില്ല എന്നുള്ള സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ തന്നെ ആ പ്രഖ്യാപനം, തീരുമാനവും ആലോചനകളും അവിടെ തന്നെ നടക്കുന്നു. ഇനി കേരളത്തിലേക്ക് വന്നൊരു പ്രഖ്യാപനത്തിന്റെ കാര്യങ്ങൾ വീണ്ടും ദൈർഘിപ്പിക്കും. അത് ഘടകകക്ഷികളും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ ആ പ്രഖ്യാപനത്തിലേക്ക് പോകണമെന്നുള്ള കാര്യം അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്മൃതി, സാധാരണ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ അത് CLPക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു യോഗം വിളിച്ചു ചേർക്കേണ്ടതുണ്ട്. അത് വേണമെങ്കിൽ KPCC വേണമെങ്കിൽ ഇവിടെ AICC പ്രതിനിധികളുടെ സാന്നിധ്യമില്ലാതെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ സാധാരണ AICC പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് അത്തരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദീപാദാസ് മുൻഷിയുടെ കേരളത്തിലേക്കുള്ള യാത്രയാണ് റദ്ദാക്കിയത്. ഒരുപക്ഷെ ദീപാദാസ് മുൻഷിയോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ നാളെ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്ന ശേഷം ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയാണ് ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്നത്. അതല്ല എങ്കിൽ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത്രയും സങ്കീർണമായ സവിശേഷതകളൊക്കെ തന്നെ ഉണ്ടായ ഒരു സ്ഥിതിക്ക് ഇനി ഡൽഹിയിൽ വെച്ച് തന്നെ പ്രഖ്യാപനം നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും നാളെ പ്രഖ്യാപനം വരുന്നു. അത് എവിടെ നിന്നുണ്ടാകുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ഡൽഹിയിൽ നിന്നായിരിക്കുമോ അതോ സാധാരണ പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ അതത് സംസ്ഥാനങ്ങളിൽ എത്തിയ ശേഷം AICC പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എല്ലാ MLA-മാരെയും വിളിച്ചു ചേർത്ത് പ്രഖ്യാപനം നടത്തുമോ, നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ആ തീരുമാനം, ആ നിർണായക തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവുമില്ല. ആ തീരുമാനം എന്താണ് എന്നാണ് അറിയേണ്ടത്.